അടുത്തിടെ സിനിമാ മേഖലയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളോട് ഞെട്ടിച്ച മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് മോഹൻലാൽ. അതിൽ തന്നെ മമ്മൂട്ടി ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് അടുത്തിടെ ഇറങ്ങിയ കാതൽ എന്ന ചിത്രത്തിലായിരുന്നു. ഈ ചിത്രം കണ്ടു എന്ന് പറഞ്ഞ മോഹൻലാൽ ആ ചിത്രത്തെക്കുറിച്ചും അതിലെ കഥാപാത്രത്തെക്കുറിച്ചും സംസാരിക്കുന്നത് കേട്ട് ആരാധകർ തന്നെ ഒന്ന് അതിശയിച്ചു. മോഹൻലാൽ ആരാധകർ മാത്രമല്ല, മമ്മൂട്ടി ആരാധകരും രസിച്ച ഒരു കാര്യം തന്നെയായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. കാലമത്ര ചെന്നാലും മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ബിഗ് സ്ക്രീനിൽ മടുക്കാത്ത രണ്ട് സാന്നിധ്യങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. സിനിമാ ജീവിതം ആരംഭിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇരുവരുടെയും താരമൂല്യം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇരുവരുടെയും ആരാധകർ തമ്മിലുള്ള സോഷ്യൽ മീഡിയ ഫാൻ ഫൈറ്റുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും അവർക്കിടയിലെ സൗഹൃദം ഇന്നും ദൃഢമായി നിൽക്കുന്നു. മറ്റേയാളിന്റെയും വിജയങ്ങളിൽ സന്തോഷിക്കുന്ന മനസ്സുകൂടിയുള്ള സുഹൃത്തുക്കളാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇപ്പോഴിതാ മമ്മൂട്ടി നായകനായ ഏറ്റവും പുതിയ ചിത്രം കാതൽ താൻ കണ്ട കാര്യം പറയുകയാണ് മോഹൻലാൽ. അതിനൊപ്പം മോഹൻലാൽ ചെറിയൊരു കാര്യം കൂടി പറയുകയും ചെയ്തു. കാരണം ഇതുപോലെയുള്ള ഒരു റോൾ മോഹൻലാലിന് കിട്ടിയാൽ അദ്ദേഹം അത് അഭിനയിക്കുമോ എന്ന കാര്യം കൂടി മോഹൻലാൽ പറഞ്ഞത് കൗതുകമായി. ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാതൽ. മമ്മൂക്ക ഏറ്റവും മനോഹരമായി അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. താൻ നായകനായ ഏറ്റവും പുതിയ ചിത്രം മലൈക്കോട്ടെ വാലിബന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം എത്തിയത്. ജിയോ ബേബിയുടെ സംവിധാനത്തിലെത്തിയ കാതൽ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ ചിത്രവും കഥാപാത്രവുമായിരുന്നു. സ്വവർഗാനുരാഗം പശ്ചാത്തലമാക്കിയ ചിത്രത്തിൽ മാത്യു ദേവസി എന്ന റിട്ടയർഡ് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥനെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. ജ്യോതിയായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക. കഴിഞ്ഞ വർഷം നവംബറിൽ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് പിന്നീട് OTTയിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇതൊരു വലിയ ചലഞ്ചിങ് റോളാണ്. ഇങ്ങനൊരു കഥാപാത്രം മമ്മൂക്ക ഏറ്റെടുത്ത് അഭിനയിച്ചു എന്നതാണ് വലിയ ചലഞ്ചെന്നും മോഹൻലാൽ പറഞ്ഞു. ഇതുപോലുള്ള കഥാപാത്രങ്ങളിൽ നമ്മളിലേക്കും വന്നാൽ അതെങ്ങനെ എടുക്കുന്നു എന്നതൊക്കെയാണ് കാര്യമെന്ന് മോഹൻലാൽ പറയുമ്പോൾ, മമ്മൂക്ക അത് ചെയ്തു, മോഹൻലാലിലേക്കും വരികയാണെങ്കിൽ അത് ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത്. മോഹൻലാലിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു. കാതൽ എന്ന ഈ സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത്. മമ്മൂട്ടി വിസ്മയിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാലും തന്റെ രീതിയിലുള്ള വിസ്മയങ്ങൾ തീർക്കുകയാണ്. അതും വ്യത്യസ്തമായ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലൂടെ. ചിത്രം ജനുവരി 25-ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഈ ചിത്രത്തെക്കുറിച്ച് ഇനി മമ്മൂട്ടി എന്തായിരിക്കും പറയുക എന്നതാണ് വലിയ കൗതുകം. മോഹൻലാൽ കാതലിനെ കുറിച്ച് ഇത്രയധികം സംസാരിച്ചപ്പോൾ മമ്മൂട്ടി മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് എന്തായാലും പറയും. ഒപ്പം ലിജോയുടെ പടമായതുകൊണ്ട് ഈ ചിത്രത്തെക്കുറിച്ച് മമ്മൂട്ടിക്കും വ്യക്തമായി തന്നെ അറിയാം എന്ന് കരുതാം. ഒപ്പം മമ്മൂട്ടി ചിലപ്പോൾ പറഞ്ഞും കാണും, ഈ ഒരു ചിത്രം മോഹൻലാലിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നത്. അങ്ങനെയല്ലേ ഇതിനു മുമ്പും പലതവണ മമ്മൂക്ക പറഞ്ഞിട്ടുള്ളതും. നമ്മളെപ്പോലെ മോശമായ കഥാപാത്രം ചെയ്ത ആരും ഉണ്ടാവില്ല. പണ്ട് കാലങ്ങളെല്ലാം ഞാനൊരു വില്ലനായിട്ട് വന്ന ആളാണ്. ഉയരങ്ങളിൽ സതയം തുടങ്ങിയ സിനിമകളൊക്കെ അങ്ങനെയല്ലേ. ഞാൻ നാളെ ഇരുന്നിട്ട് ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്യാമെന്ന് ചിന്തിക്കുകയല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് കാതൽ. മമ്മൂട്ടി വളരെ മനോഹരമായിട്ട് അഭിനയിച്ച സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് ആ ആക്ടറിനെ സംബന്ധിച്ച് ഒരു ചലഞ്ചാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഇവിടെയാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള സിനിമകൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പറ്റുമെന്ന് തെളിയിച്ച സിനിമകളാണ് ഇതെല്ലാം. സിനിമയിലുള്ള മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമ്പോഴാണ് അത്തരം ആളുകൾ അംഗീകരിക്കാൻ കഴിയുക. വീണ്ടും ഞാൻ പറയുകയാണ്, അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ച് ഒരു ചലഞ്ചാണ്, അതുപോലെ ഭാഗ്യമാണ്. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെ തന്നെ.